ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ചരിത്രം ഉറങ്ങുന്ന കൊണ്ടോട്ടിയുടെ മണ്ണിൽ നമ്മളിവിടെ ഇങ്ങനെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൻ്റെ അടുത്താണുള്ളത്. ഇവിടെ മെക്സവൻ ഫൗണ്ടറും ക്യാപ്റ്റനുമായ സലാഹുദ്ദീൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ സ്ഥിരമായി പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ട് അവരുടെ കൂട്ടുകാരെയൊക്കെ കണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനും പിന്നെ റംസാനിൽ മെക്സവൻ ചെയ്താലുള്ള മാറ്റങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. റംസാനിൽ ഇപ്പോൾ നമ്മൾ മെക്സവനിൽ പല സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മെക്സവൻ നോമ്പിന് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ എന്താണ്, അതുപോലെ ചെയ്യാതിരുന്നാലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ സാറൊന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ അയ്യൂബ് സാഹിബ് മോങ്ങത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് എൻ്റെ മെക്സവൻ ഹെഡ്ക്വാർട്ടറിൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിനും ടീം അംഗങ്ങൾക്കും. നമുക്കറിയാം മെക്സവൻ വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എല്ലാവർക്കും, ഇപ്പോൾ വ്യായാമം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ ഗുണഗണങ്ങളെന്ന് എല്ലാവർക്കും വളരെ തീർച്ചയായിട്ടും അറിയുന്ന കാര്യമാണ്. ഏതായാലും ഇതൊരു ശീലമാക്കി ഒരു സ്വഭാവമാക്കി മാറ്റുന്നതിലാണ് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഒരു വ്യായാമ രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് ഏതൊരു വ്യായാമത്തിൻ്റെയും ഗുണം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളെല്ലാം തിരിച്ചറിഞ്ഞ് മെക്സവൻ മെമ്പേഴ്സ് എസ്പെഷ്യലി ഈ വരുന്ന മെമ്പേഴ്സൊക്കെ വളരെയധികം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് ഗുണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ റംസാൻ കാലത്തും ഈ വ്യായാമത്തിന് എത്തിച്ചേരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, മെക്സവൻ വ്യായാമം ചെയ്തുകൊണ്ട് റംസാൻ കാലത്ത് ആർക്കും ഒരു ക്ഷീണവും അനുഭവപ്പെടുന്നതാണ് സത്യാവസ്ഥ. ഇവിടെ വരുന്ന എല്ലാവർക്കും അത് വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ട് ആളുകൾ കുറയുന്നു എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ആളുകൾക്ക് ഇതാണ്, നമ്മൾ എന്ത് തന്നെ ഗുണങ്ങൾ കിട്ടിയാലും എത്ര തന്നെ ബെനിഫിറ്റ് കിട്ടിയാലും പലപ്പോഴും ആളുകൾ മടി എന്ന ഒരു രീതിയിലേക്ക് ആളുകൾ മാറിപ്പോവുകയാണ്. മടി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് തന്നെ പ്രവർത്തിച്ചിട്ടും പിന്നെ അത് നമുക്ക് നഷ്ടപ്പെടുക, എന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ശീലങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ റംസാൻ കാലത്ത് നിങ്ങൾ മടി പിടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും വരാത്ത ആളുകൾ എന്തായാലും ഇപ്പോഴും ട്രൈ ചെയ്യാവുന്ന, ഇപ്പോൾ 10-12 നോമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് വന്ന് നോക്കാവുന്നതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ഈ വ്യായാമം അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന അത്ഭുതപൂർവമായ മാറ്റം. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് റീചാർജിങ് നടക്കുമ്പോൾ ഒരു ബാറ്ററി റീചാർജ് ചെയ്ത പോലെ രാവിലെ മുതൽ നിങ്ങൾ വൈകുന്നേരം നോമ്പ് തുറന്നാൽ പോലും റംസാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ എനർജി നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ഈ ഒരു രീതിയിലേക്ക് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കുക. ഇതിൻ്റെ വ്യത്യസ്തത നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങൾക്ക് തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, വ്യായാമരംഗത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഹെവി ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല. വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. 4-4:30-5 മണിക്കാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. പക്ഷേ അത് ലൈറ്റായിട്ട് കഴിക്കുക. എങ്ങനെയായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചാൽ, ഭക്ഷണം നിങ്ങൾ ചോറ് കഴിക്കാൻ പ്രശ്നമില്ല, വളരെ കുറഞ്ഞ രീതിയിലുള്ള ചോറാണ് കഴിക്കേണ്ടത്. ഈ അരിഭക്ഷണമാണെങ്കിൽ ചോറ് വളരെ കുറച്ച് രീതിയിൽ കഴിക്കുക. ഈ ചപ്പാത്തി 2 ചപ്പാത്തി അല്ലെങ്കിൽ 4 പത്തിരി എന്ന രീതിയിൽ, ഓട്സ് ആണെങ്കിൽ 1 ഗ്ലാസ് ഓട്സ്, 2 ഈത്തപ്പഴം അല്ലെങ്കിൽ 1 പഴം അല്ലെങ്കിൽ ചെറുപഴം അല്ലെങ്കിൽ 2 കോഴിമുട്ട, ഇതെല്ലാം കൂടെ കൂടി കഴിക്കാനല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ഐറ്റംസ് പിക്കപ്പ് ചെയ്ത് 1-2 ഐറ്റംസ് മാത്രം പിക്കപ്പ് ചെയ്ത് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും നിങ്ങൾ കുടിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഈ രീതിയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യായാമവുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ ഉദാഹരണം നമുക്കിവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളും ഒക്കെ 50, 60, 70 പ്രായമുള്ള ആളുകളാണ്. എല്ലാവരും വളരെ എനർജറ്റിക്കാണ്. അതാണ് അതിൻ്റെ റിസൾട്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മെക്സവൻ മെമ്പേഴ്സ്. ഞാൻ സലാമാക്ക ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ചെയ്യുന്നത് ക്യാപ്റ്റൻ്റെ കൂടെ. 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷമാണ്. ഏകദേശം ഇന്ന് മുതൽ 5 നോമ്പ് കിട്ടി കാണും. 5 കൊല്ലത്തെ നോമ്പ് കിട്ടാൻ സാധ്യത. അതോ 4-5 എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല. എന്തായാലും 4 കിട്ടിയിട്ടുണ്ട്. ഡബിൾ എനർജിയാണ് കിട്ടുന്നത്. അത് സത്യം തുറന്ന് പറയാണ്. ക്യാപ്റ്റൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല നോമ്പിനെടുക്കാൻ. പക്ഷേ ഞങ്ങൾ കുറച്ച് ആൾക്കാർ എടുത്ത് കാണിച്ചു കൊടുത്ത് സർട്ടിഫൈ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡബിൾ എനർജി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓരോ രോമകൂപ്പങ്ങളുടെ വിയർത്തൊലിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ അതിനൊന്നും നമ്മൾ ഒരു ദാഹമോ ക്ഷീണമോ ഒരു ഉന്മേഷക്കുറവോ ഒന്നും വരുന്നില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെ ഒരു എനർജി നഷ്ടവും നമുക്ക് വരുന്നില്ല. പിന്നെ ഇതിൽ കുറച്ച് ആളുകൾ നമുക്ക് പേടിച്ചിട്ട് വരാത്തവരുണ്ട്. അവരോട് പറയാണ്, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് ഒരു ക്ലാപ്പിംഗ് എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡബിൾ എനർജി കിട്ടും തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മെക്സവൻ. നമസ്കാരം. എൻ്റെ പേര് സിദ്ദിഖ് കാമരശ്ശേരി. ഞാൻ ഈ മെക്സവൻ്റെ തുടക്കകാലത്ത്
ഉള്ള ആളാണ്. ആദ്യത്തെ 10 പേരിൽ ഒരാളായിട്ട് ഈ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പരിശീലനം നേടിയ ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 5 പ്രധാന രോഗങ്ങളുമായിട്ട് 20-ലധികം വർഷമായിട്ട് മല്ലിടുന്ന ആളാണ്. അതിൽ പിന്നെ ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, പ്രോസ്റ്റേറ്റ് വീക്കുണ്ട്, അതുപോലെ ബാക്ക് പെയിൻ ഉണ്ട്, ത്രോംബോസൈറ്റോപേനിയ എന്ന് പറയുന്ന ഒരു ബ്ലഡിൻ്റെ അസുഖമുണ്ട്, പിന്നെ സാധാരണ ഈ ഹെഡേക്ക് പോലുള്ള മറ്റു അസുഖങ്ങൾ. വളരെ കുറഞ്ഞ മരുന്നുകൊണ്ട് ഞാൻ അതിനെ മറികടക്കുന്നത് ഈ നിത്യേനയുള്ള ഞാൻ മറ്റെവിടെയെങ്കിലും യാത്രകളുമായി ബന്ധപ്പെട്ട് പോയിട്ടില്ലെങ്കിൽ, മറ്റ് ഗതികളൊന്നും ഇല്ലെങ്കിൽ വളരെ കണിശമായി എത്തിച്ചേർന്ന് നിത്യേന ചെയ്യുന്ന ഈ 21 മിനിറ്റ് നേരത്തെ വ്യായാമമാണ് എൻ്റെ പിൻഫലം. അതുകൊണ്ട് തന്നെ നോമ്പെന്നോ പെരുന്നാളെന്നോ വിഷുവെന്നോ ഓണമെന്നോ ഞങ്ങൾ വ്യത്യാസം നോക്കാതെ അത് ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ ആഘോഷിക്കുകയും അതോടൊപ്പം തന്നെ വ്യായാമം കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് വ്യായാമമാണ് എൻ്റെ അടിസ്ഥാനം, എൻ്റെ ആരോഗ്യത്തിൻ്റെ പരമമായ രഹസ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജയ് ഹിന്ദ്. ഞാൻ അബ്ദുൾ റഷീദ്, കൊണ്ടോട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലെ ചെയർമാനാണ്. കഴിഞ്ഞ മെക്സവൻ തുടങ്ങിയ കാലം മുതലേ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ നോമ്പെന്നോ നോമ്പില്ലായ്മ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഞാൻ നേരത്തെ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യത്തിൽ രാവിലെ വെള്ളം മാത്രം കുടിക്കും. വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിയുടെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരക്കയോ ഇതുപോലെ ഈത്തപ്പഴമോ കഴിച്ച് സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. പക്ഷേ ഇന്ന് വരെ ഈ മെക്സവൻ്റെ എക്സസൈസ് എടുത്തിട്ട് എനിക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. ചില ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, ഇത് വൈകുന്നേരം വരെ ആക്കുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു സംശയമുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് തീർച്ചയായിട്ടും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇതിനേക്കാൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരവസ്ഥയേക്കാൾ രാവിലെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തരം മന്ദഗതിയിലാവുന്ന ഒരു ജീവിതത്തെ അത് പ്രകാശപൂരിതമാക്കാനും അതേപോലെ ഊർജ്ജസ്വലമാക്കാനും ഇത്തരത്തിലുള്ള എക്സസൈസ് ഉണ്ടായി, മെക്സവൻ ഉണ്ടായി എന്ന് തന്നെ സത്യത്തിൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ പേര് ഹുസൈൻ കൊടാലി. ഞാൻ മോങ്ങത്തുനിന്ന് വരുന്നത്. മെക്സവൻ്റെ അന്നത്തെ യോഗ ക്ലബിൻ്റെ 2ാമത്തെ ബ്രാഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്താനിക്കൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെ ഏകദേശം ആദ്യകാലത്തെ അവിടുത്തെ ആളായിരുന്നു ഞാൻ. പിന്നെ ഞങ്ങൾ പല ബ്രാഞ്ചുകൾ വന്ന കൂട്ടത്തിൽ മോങ്ങത്ത് തന്നെ ബ്രാഞ്ച് സ്ഥാപിച്ച് മോങ്ങത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ സപ്തതി കഴിഞ്ഞാണ്, 70 വയസ്സായി. ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ കയ്യെ ഇത്ര വരെയൊക്കെ ഉയരുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞു വേദന കുറച്ചുണ്ടാവും, അത് സഹിച്ചോളെ ജീവിതകാലം വരെ, ഓപ്പറേഷൻ ഇല്ലാതെ ഒഴിവാക്കാൻ, നമുക്കിങ്ങനെ ഉയർത്താൻ കഴിയുന്നൊരു കുറച്ച് ഉയർത്താവുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിയിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് വേദന ഉണ്ടാവും കുറച്ച്, എന്നാലും ഉയർത്താൻ കുറച്ച് പറ്റുന്ന നിലയിലായി ഫിസിയോതെറാപ്പി ചെയ്ത് കാരണം. പിന്നെ ഈ മെക്സവനിൽ ഇവിടെ ഇതിൽ ചേർന്നതിന് ശേഷം കയ്യിനിപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും കയ്യിന് ഇല്ല. അതൊരു കാര്യം. പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് അത്തരത്തിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സാധാരണ ഞാൻ പഠിച്ച മാതിരി ചെയ്യാൻ എനിക്ക് കഴിയില്ലായിരുന്നു, കഴിയാതെ വന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പാടെ മാറിയിട്ടുണ്ട്, അത് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ. അങ്ങനെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. പിന്നെ നമുക്ക് മെൻ്റലായിട്ടും വളരെ കൂട്ടുകാരായിട്ട് കുറച്ച് സമപ്രായക്കാരോ നമ്മളെ പ്രായത്തിൽ താഴെയുള്ളവരായിട്ടുള്ളവരായിട്ട് നിത്യേന കാണുകയും കൈ കൊടുക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേകത തന്നെയാണ്. ഇതിനെങ്ങനെ ഒരു അവസരം കിട്ടിയതിനും അവസരം തന്നതിന് ഇതിന് മെക്സവനെ അഭിനന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് അസൈനാർ കോടാലി, മോങ്ങം. ഞാൻ ഈ മെക്സവൻ ഏകദേശം 2 വർഷമായി. എനിക്ക് 73 വയസ്സായി. ഇന്നും ഇത് വന്നതിന് ശേഷം വളരെയധികം സുഖം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, പ്രത്യേകം ഒന്ന് പറയാനുള്ളത്, ആരും ഇത് നോൻപായാലും എന്നാലും നിർത്തരുത്, അതേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ മോങ്ങത്തുകാരൻ, പിന്നെ പേര് കുറ്റസൻ. ഓക്കെ, പിന്നെ ഞാൻ മെക്സവൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. ആദ്യം എനിക്കൊരു മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മടി, കാരണം ചെയ്യാൻ കഴിയില്ല, അവിടെ വന്നിട്ട് ചെയ്യാതെ നമ്മൾ പിന്നെ ബുദ്ധിമുട്ടാവുന്നതൊക്കെ പ്രശ്നം. അപ്പോൾ അങ്ങനെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു നിലക്ക് വേദന ഒഴിവായില്ല, വളരെ റാഹത്താണ്. ഇപ്പോൾ മുട്ടുവേദനക്കൊക്കെ വളരെ കമ്മിയുണ്ട്. റമദാൻ കഴിഞ്ഞ കൊല്ലം 30 പിന്നെ നോമ്പിനും പെരുന്നാക്കും ഞാൻ പങ്കെടുത്തു. അങ്ങനെ ഈ വർഷം കഴിഞ്ഞോളം നോമ്പിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ റാഹത്താണ്, സന്തോഷമാണ്.
ഇതിന് നമുക്ക് നമ്മളെ സലാം സാറിന് വളരെയധികം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ 3-4 വർഷമായി ഈ മെക്സവൻ്റെ കൂടെ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആദ്യമൊന്നും ഇതിൽ അധികം വന്നിരുന്നില്ല. ഇപ്പോൾ കൂടുതലായി വരുന്നുണ്ട്. അവരോട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ അതിനൊരു വൈകുന്നേരം വരെ നിൽക്കാനുള്ളൊരു എനർജി അവർക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പിന്നെ എല്ലാ മെക്സവൻ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാബു KKV. ഈ മെക്സവലിൽ വന്ന് ഞാൻ കുറച്ച് തടിക്കുള്ള ഒരാളാണ്. പക്ഷേ എനിക്കിത് ഈ മെക്സവൽ വന്നിട്ട് അതൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. തുടക്കത്തിലൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിപ്പോൾ ഒരു വർഷമായി. എല്ലാം കൊണ്ടും ഞാൻ എന്തോ ഒരു പ്രത്യേക ഒരു എനർജി. പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എടുക്കുമ്പോഴൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസവും ഇല്ല. പിന്നെ നടക്കാനോ നമുക്ക് സ്റ്റെപ്പ് കയറാനോ ഒന്നിനും ഒരു പ്രയാസമില്ല. ഒരു പ്രത്യേക എനർജി. പ്രത്യേകിച്ച് ഒരു കൂട്ടായ്മയും ഈ മെക്സവൻ്റെ ഒരു രാവിലെ നീക്കണേനോ ഒന്നിനൊരു മടിയില്ല. അതുകൊണ്ട് ഇത് എല്ലാവരും തുടർന്ന് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. നമസ്കാരം. പേര് നാസർ, കൊണ്ടോട്ടി തന്നെയാണ്. മെക്സവലിൽ വന്നിട്ട് ഏതാണ്ട് 3 വർഷത്തോളമായി. ഞാൻ വരാൻ മടിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. എനിക്ക് ഓരോ പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് ഹെർണിയൻ്റെ അസുഖം ഉണ്ടായിനി, ബാലൻസ് പ്രശ്നം ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ വെച്ച് എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ മെക്സവലിൽ വന്നപ്പം 2-3 മാസം കഴിഞ്ഞപ്പം ആ ഹെർണിയ എവിടെ പോയെന്ന് കണ്ടിട്ടില്ല. അതായത് ബാലൻസ് പ്രശ്നം പിന്നെ അതൊന്നും ശരിയായി. പിന്നെ ഇതിൻ്റെ ഒരു ചീഫ് ട്രെയിനറും ആകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവരെല്ലാവരും കണ്ടതിലും വളരെയധികം സന്തോഷമുണ്ട്. ജയ് മെക്സവൻ, ജയ് ഹിന്ദ്. പേര് ഉണ്ണിപ്പാശു എന്നാണ്. ചെറിയതെന്ന് വിളിക്കും. ഞാൻ ഈ മെക്സവലിൽ വന്നിട്ട് 1 വർഷത്തിലേറെയായി. കഴിഞ്ഞ 24 ഡിസംബർ 8-ാം തീയതിയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അതിന് ശേഷം എല്ലാ ദിവസവും വരാറുണ്ട്. ഇടയ്ക്കൊക്കെ മിസ്സാവാറേ ഉള്ളൂ. എന്നാലും ഇതിൽ വന്നതിന് ശേഷം എനിക്ക് വളരെയധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ഹാപ്പിയാണ്, സന്തോഷമാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്കിതിൽ പറയാനുള്ളത് വെച്ചാൽ ഈ ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ ഞാൻ TV ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ അടിയിൽ വരുന്ന ഹെഡ്ലൈൻസൊക്കെ കണ്ണട വെച്ച് കാണാൻ പറ്റും. ഇപ്പം എനിക്കത് വേണ്ട, അതില്ലാതെ തന്നെ കാണാൻ കഴിയും. ദൂരക്കാഴ്ച വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ മെക്സവനിൽ നിന്ന് കിട്ടിയാണെന്ന് എനിക്കറിയാം. ഏതായാലും ഈ മെക്സവന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Ready? Start 1, 2, 3, 4, 5, 5, 5. അടിപൊളി. വളരെ സന്തോഷങ്ങൾ വന്നു, കാണാൻ കഴിഞ്ഞു. താങ്ക് യു. ഇനി ആരാ നമുക്ക് പിന്നെ ചായ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ട് അല്ലേ? അല്ല ഇപ്പോഴല്ല, ഇപ്പോഴല്ല, നോമ്പ് കഴിഞ്ഞിട്ട്. അടിപൊളി.